എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രേവതിക്കുട്ടി ഗ്രേസിയമ്മയുടെ മകൻ്റെ റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഗ്രേസിയമ്മ അങ്ങോട്ട് വന്നിട്ട് പുറത്ത് നിന്ന് രേവതിക്കുട്ടി എന്ന് വിളിക്കുമ്പം ഇങ്ങോട്ട് കയറി പോരെ, ഞാൻ അകത്തുണ്ട് എന്ന് പറയും. അകത്തേക്ക് കയറുന്ന ഗ്രേസിയമ്മ അത്ഭുതപ്പെട്ടു പോവാണ്. റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചേക്കുന്നു. എന്നിട്ട് അവൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് അതിൻ്റെ ഫ്രണ്ടിൽ തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കണ്ടു കഴിയുമ്പം ഗ്രേസിയമ്മ രേവതിക്കുട്ടിയോട് ചോദിക്കുകയാണ്, എടി നീ എങ്ങനെ ഇത് ഇത്രയും വൃത്തിയാക്കി? ശരിക്കും ഒരു അൾത്താരയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുവാണ്. ഇപ്പം എനിക്ക് എൻ്റെ മകൻ ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട് എന്ന് പറയും. അന്നേരം രേവതി പറയുന്നുണ്ട്, നമ്മളിങ്ങനെ വേണം ഈ റൂം നോക്കാൻ, ഇവിടെ വന്നിരുന്ന് സംസാരിക്കണം, ഈ റൂമിൽ ഇടയ്ക്കൊന്ന് തിരികെ കത്തിക്കണം, അന്നേരം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തോന്നും. ഇത്രയും നാളും ആ ചേട്ടനെ വെറുതെ തനിച്ചാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നേക്കും ആകെ സങ്കടമാകുന്നുണ്ട് കേട്ടോ ഗ്രേസിയമ്മയ്ക്ക്. റൂമൊക്കെ ഒന്നുകൂടെ എല്ലായിടും ഒന്ന് നോക്കി കാണും. എന്നിട്ട് ആ കട്ടിലേ വന്നിരിക്കുക. എന്നിട്ട് ആ കട്ടിലയിൽ കൈവച്ചുകൊണ്ട് പറയുവാണ്, ഞാൻ ഇവിടെ വന്നിരുന്ന് എത്ര തവണ അവനോട് സംസാരിച്ചിട്ടുണ്ടെന്നറിയാവോ? കുറേ സംസാരിച്ച് കഴിയുമ്പം അവൻ പറയും, മതി അമ്മ എഴുന്നേറ്റ് പോയി, എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറയും. ഇപ്പം പിന്നെ ആരും ശല്യം ചെയ്യുന്നില്ലല്ലോ, അവന് ഇഷ്ടമുള്ളത്രയും കിടന്ന് ഉറങ്ങാം, എൻ്റെ ശല്യം അവനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുക കേട്ടോ. അത് കാണുമ്പോൾ രേവതിക്കുട്ടിക്ക് സങ്കടം വരുന്നുണ്ട്. അപ്പോൾ രേവതി അടുത്തു വന്നിരുന്ന് പറയുന്നുണ്ട്, വേണ്ട ആൻറ്റി കരയല്ലേ, എനിക്ക് സങ്കടമാവും, കരയല്ലേ എന്ന് പറയുവാണ്. എന്നിട്ട് തോളിലേക്ക് കിടത്തി ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട്. പിന്നീട് നമ്മുടെ ബാലചന്ദ്രൻ വീട്ടിലോട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അലീനെ വിളിച്ച് പറഞ്ഞിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ദേഷ്യമൊക്കെ മുഖത്തുണ്ട്. വണ്ടി കൊണ്ടുവന്ന് എത്തുന്നു. അത് കഴിഞ്ഞ് ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറി വരുവാണ്. അത് കഴിഞ്ഞും ഇത്തിരി മുഖത്തിലൊക്കെ നല്ല കട്ടക്കലിപ്പാട്ടോ. ഈ സമയം നമ്മുടെ രോഹിത്ത് അകത്ത് വീണ്ടും പയ്യെ ഒരു റൊമാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പയ്യെ അവളെ അടുത്തോട്ടൊക്കെ ഒന്ന് നീങ്ങിയിരുന്ന് കൈയൊക്കെ ഒന്ന് പിടിച്ച് ഒരു റൊമാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുമായിരുന്നു. നേരത്തെ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണല്ലോ നമ്മുടെ അലീനെ വന്ന് ഡിസ്റ്റർബ് ചെയ്തത്. അതുപോലെ തന്നെ അവരുടെ റൊമാൻസൊക്കെ ഒന്ന് സ്റ്റാർട്ടായി വന്നത്തേക്കും നമ്മുടെ ബാലചന്ദ്രൻ വന്ന് വാതിലിന് തട്ടുന്നു. അതൊക്കെ ആ പെൺകുട്ടി ചോദിക്കും, റൂബി ചോദിക്കും, ആരെ രോഹിത് ഇത് എന്ന്. അന്നേരം അവളായിരിക്കും. ഇനി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നവൻ പറയുവാണ്. എന്നിട്ട് വീണ്ടും വാതിലെ തട്ടുമ്പോഴത്തേക്കും വന്നിട്ട് ആരുടെ എന്ന് പറഞ്ഞാൽ തെറി പറയാൻ വേണ്ടി വാതിലങ്ങ് തുറക്കുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിൽക്കുന്നത് ബാലചന്ദ്രൻ. അന്നേരം അച്ഛനായിരുന്നോ എന്ന് ചോദിക്കും. അതെ, നീ എന്താ ഈ സമയത്ത് ഇവിടെ, നീ ഇന്ന് കോളേജിൽ പോയില്ലേ എന്ന് ചോദിക്കും. അന്നേരം കോളേജിൽ പോയായിരുന്നു, എനിക്ക് ഭയങ്കര തലവേദന, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ എന്ന് പറയും. അന്നേരം ഇവരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ റൂമിൽ നിന്ന് ശബ്ദം കേൾക്കും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, ആരാ റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടല്ലോ എന്ന് പറയുമ്പോൾ അതെന്തെങ്കിലും താഴെ പോയതായിരിക്കും എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അല്ലല്ലോ, ബാത്റൂമിൻ്റെ വാതിലടച്ച പോലത്തെ ഒരു സൗണ്ടാണല്ലോ കേട്ടത് എന്ന്. അന്നേരം രോഹിത് പറയും, അതാണോ, അതെൻ്റെ ഒരു ഫ്രണ്ട് അച്ഛ എന്ന് പറയും. ആണോ എന്ന് ചോദിച്ചിട്ട് ബാലേന്ദ്രൻ രോഹിത്തിനോട് പറയണം, എടാ ഞാൻ ഇന്നലെ നിൻ്റെ ടേബിളിൽ വെച്ചൊരു സാധനം മറന്നുപോയി, അതിങ്ങ് എടുത്തതാ എന്ന് പറയും. അന്നേരം എന്നതാ അച്ഛാന്ന് പറയുമ്പോൾ ഒരു കീയാ എന്ന് പറയും. അതൊക്കെ അവൻ ടെൻഷനോടെ ടേബിളിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നേയും ബാലേന്ദ്രന് റൂമിൽ കയറും കേട്ടോ. അന്നേരം കുറച്ച് നേരം നോക്കിയിട്ട് ഇല്ല അച്ഛാ ഇവിടെയൊന്നും ഇല്ല എന്ന് പറയും. അന്നേരം അത് നീ നോക്കിയിട്ടാണ് കാണാത്തത്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ടേബിളിൽ നോക്കുന്ന പോലെ കാണിക്കും കേട്ടോ. അന്നേരം റൂബിയുടെ ഫോൺ അവിടെ നിന്ന് റിങ് അടിക്കും. അന്നേരം ഇതാരുടെയുടെ ഈ ഫോൺ എന്ന് ചോദിക്കും. അന്നേരം അതെൻ്റെ ഫ്രണ്ടിൻ്റെ അച്ഛ എന്ന് പറയുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ വന്ന് പയ്യെ ബാത്റൂമിന് അങ്ങോട്ട് വരും. എന്നിട്ട് ആ ബാത്റൂമിൻ്റെ ഡോർ തുറക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അകത്ത് ലോക്കാണ്. അന്നേരം ഇതാരുടെ അകത്ത് ലോക്ക് ഇട്ടേക്കുന്നത്, അകത്ത് ആരാന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതെൻ്റെ ഒരു ഫ്രണ്ടാണ് എന്ന് പറയും. അന്നേരം ആണോ, എങ്കിൽ നിൻ്റെ ഫ്രണ്ടിനെ എനിക്കൊന്ന് കാണണം, ഞാൻ പുറത്ത് പോയി ബാൽക്കണിയിൽ വെയിറ്റ് ചെയ്യാം, നിൻ്റെ ഫ്രണ്ടിനെ ഒന്ന് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് പോവാണ്. അതൊക്കെ ആകെ ടെൻഷനാകും രോഹിത്തിന്. ബാലേന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഓടിപ്പോയി വാതിലടയ്ക്കും. എന്നിട്ട് റൂമിൻ്റെ അകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ, ടെൻഷൻ അടിച്ച് ഇനി എന്ത് ചെയ്യും എന്നോർത്തിട്ട്. ഈ സമയം പുറത്ത് ബാലേന്ദ്രനുണ്ട്. ബാലേന്ദ്രനും അത്യാവശ്യം നല്ല ടെൻഷനിലാണ്, പെട്ടെന്ന് വേർക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. മകൻ അത്രയും നല്ലൊരു പ്രവൃത്തിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ ടെൻഷനാകാം. ഏതായാലും രോഹിത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. എന്നിട്ട് പയ്യെ ബാത്റൂമിൻ്റെ അവിടെ വന്നിട്ട് റൂബിയോട് വാതിൽ ഓർക്കാൻ പറയും. അന്നേരം റൂബി ആരായിരുന്നു, അച്ഛനായിരുന്നു, അച്ഛനോടൊന്ന് പോകാൻ പറ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിയില്ല എന്ന് പറയും. അന്നേരം രോഹിത് പറയുന്നുണ്ട്, നീ അവിടെ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല, ഈ റൂമിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ അച്ഛൻ്റെ ഫ്രണ്ടിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ, ഇങ്ങോട്ട് ഇറങ്ങി വാ എന്ന് പറയും. അന്നേരം ദേഷ്യപ്പെട്ട് റൂബി ചോദിക്കുന്നുണ്ട്, എന്തിനാ രോഹിത്തെ നീ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, ഇങ്ങോട്ട് ഞാൻ വരുന്നില്ല എന്നൊരു 100 വട്ടം പറഞ്ഞതല്ലേ, നീ നിർബന്ധിച്ചിട്ടല്ലേ വന്നത്, ഇതിനായിരുന്നോ, ഇനി ഞാൻ എന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിട എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം രോഹിത് പറയുന്നുണ്ട്, ഈ റൂമിൽ നിന്ന് പുറത്ത് പോകാൻ വേറെ മാർഗ്ഗമില്ല, അച്ഛൻ പുറത്ത് നിൽപ്പുണ്ട്, അച്ഛൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാൻ പറ്റുള്ളൂ, ഇത് വേറെ ഒന്നുമല്ല, അവൾ നമ്മളെ ചതിച്ചതാണ് എന്ന് പറയുവാണ്. അന്നേരം ആരുടെ കാര്യമാണ് നീ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത് പറയുന്നുണ്ട്, അവൾ ആ അലീനെ ഫോൺ വിളിച്ച് പറഞ്ഞു കാണും അച്ഛനോട്, അല്ലെങ്കിൽ ഈ സമയത്ത്
സമയത്ത് ഒരിക്കലും അച്ഛൻ ഇവിടെ വരികയില്ല എന്നിങ്ങനെ പറയുവാണ്. ആകെ ടെൻഷനിലാട്ടോ രണ്ടുപേരും. പിന്നെ കുറേ നേരം അങ്ങനെ തന്നെ നിൽക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട്. പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ എന്നോർത്ത് പോയി വാതിൽ തുറക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും റൂബി വന്ന് തടയും. വേണ്ട രോഹിത്തെ, തുറക്കണ്ട, എനിക്ക് പേടിയാ എന്ന് പറയുവാണ്. അന്നേരം അവൻ തുറക്കില്ല കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാം, രണ്ടുപേരും വിഷമിച്ച് അകത്ത് നിൽക്കുവാണ്. കുറേ നേരം പുറത്ത് വെയിറ്റ് ചെയ്തതിന് ശേഷം ബാലേന്ദ്രൻ വേറെ നിവൃത്തിയില്ല, രണ്ടും സ്വമേധയെ വാതിൽ തുറക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ബാലേന്ദ്രൻ ഡോറിന് പിന്നെയും തട്ടുവാണ്. അന്നേരം അവൻ വന്ന് വാതിൽ തുറന്നിട്ട് ബാലേന്ദ്രനോട് ചോദിക്കുക, അച്ഛൻ എന്താന്ന്? അന്നേരം എന്താണെന്നോ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തത് നിൻ്റെ ഫ്രണ്ടിനെ കാണാനല്ലേ, എന്നിട്ട് നിൻ്റെ ഫ്രണ്ട് എന്തെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ തലയിടുന്നത്, ഇതെന്തൊരു ശല്യമാണ് എന്നിങ്ങനെ പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിന് തലയിട്ടോ? രോഹി, നീ എൻ്റെ തനി സ്വരൂപം പുറത്തേക്ക് എടുപ്പിക്കരുത് കേട്ടോ, അതാ നിനക്ക് നല്ലത്. എന്തിനാണ് നിൻ്റെ ഫ്രണ്ട് എന്ന് ചോദിക്കും. അന്നേരം എനിക്കെന്താ ഈ വീട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടെ കൊണ്ടുവരാൻ പറ്റില്ല, ഇതെന്താ വലിയ ജയിലാണോ, ഇതെന്തൊരു കഷ്ടമാണ് എന്നൊക്കെ ചോദിച്ച് യാതൊരു മടിയുമില്ലാതെ ബാലേന്ദ്രനോട് ദേഷ്യപ്പെടുന്ന രോഹിത്തിനെയാണ് കാണിക്കുന്നത്. അന്നേരം നീ അങ്ങ് മാറി എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ റൂമിലേക്ക് തള്ളിക്കയറി വരുവാണ്. അന്നേരമാണ് അവിടെ റൂബിയെ കാണുന്നത്. അന്നേരം ചോദിക്കും, ഇതാണോ നിൻ്റെ ഫ്രണ്ട് എന്ന് ചോദിക്കും. അന്നേരം അതെ, എൻ്റെ ഫ്രണ്ടാണ്, അതിനിപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ലേടാ, നീ ഇവിടുന്ന് കോളേജിൽ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് പോയി, അതിനുശേഷം ഒരു പെൺകുട്ടിയും കൊണ്ട് തിരിച്ചു വന്ന് റൂമിൽ കയറി വാതിലടച്ചിരിക്കുന്നതിന് ഒരു പ്രശ്നമില്ലേ എന്ന് ചോദിക്കുമ്പം ഇതൊക്കെ എൻ്റെ ഇഷ്ടം, അച്ഛൻ എന്തിനാണ് ഇതിനകത്ത് ഇടപെടുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബാലേന്ദ്രന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ബാലേന്ദ്രൻ അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് റൂബിയോട് ചോദിക്കുകയാണ്, നിൻ്റെ പേരെന്താണ് എന്ന്. അന്നേരം റൂബി എന്നാന്ന് പറയും. അന്നേരം നിൻ്റെ അച്ഛൻ്റെ പേരെന്താ എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല രോഹിത്തിന്. അന്നേരം രോഹിത് ബാലേന്ദ്രനോട് ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനാണ് ഇതൊക്കെ അറിയുന്നത്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത് കേട്ടോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേഷ്യം വന്നിട്ട് രോഹിത്തിൻ്റെ കരണം തീർത്തൊരെണ്ണം കൊടുക്കുകയാണ് ബാലചന്ദ്രൻ. അന്നത്തേക്കും അവനങ്ങ് ദേഷ്യം വന്നങ്ങ് തിളയ്ക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ബാലേന്ദ്രൻ അവിടെ പിടിച്ചു നിർത്തും. ഇവിടെ നിൽക്കടാ എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ കരണം ഞാൻ അടിച്ചു പൊളിക്കും, അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്നോ എന്ന്. എന്നിട്ട് റൂബിയോട് ചോദിക്കും, നിൻ്റെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ റൂബി എന്ന് പറയുമ്പം മുഴുവൻ പേരെന്താന്ന് ചോദിക്കും. അന്നേരം റൂബി ഐസക്ക് എന്ന് പറയുവാണ്. അന്നേരം ചോദിക്കും, ഐസക്ക് നിൻ്റെ അച്ഛനാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. നിങ്ങൾ ക്ലാസ്മേറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോഴും അതേ എന്ന് പറയും. അന്നേരം എന്താ അച്ഛൻ്റെ ജോലി എന്താ എന്ന് ചോദിക്കുമ്പോഴാണ് ലെതർ മാർട്ടാണ് എന്ന് പറയുവാണ്, ടൗണിലാണ് കട എന്ന് പറയുന്നത്. ബാലേന്ദ്രൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. റൂബി ഷൂ മാർട്ട് അതാണോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും. അന്നേരം ബാലേന്ദ്രൻ റൂബിയോടും ഇത്തിരി ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛൻ ഇതിനാണോ നിന്നെ കോളേജിലേക്ക് വിടുന്നത്, കോളേജിൽ ചെന്നതിന് ശേഷം ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ കറങ്ങി നടക്കാനാണോ നിന്നെ കോളേജിലേക്ക് വിടുന്നത് എന്ന് ചോദിക്കുന്നതേയും അവളും വളരെ കൂളായിട്ട് പറയുവാണ്, ഞാൻ ഇവൻ്റെ കൂടെ വന്നതേ ഉള്ളൂ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇതൊക്കെ ന്യൂജൻ പിള്ളേർ ചെയ്യുന്നതല്ലേ എന്ന്. അന്നേരം ഓഹോ, ഇതൊക്കെ ന്യൂജൻ പിള്ളേർ ചെയ്യുന്നതാണോ, എങ്കിലേ ഞാൻ നിൻ്റെ അച്ഛനെ വിളിക്കാം, എന്നിട്ട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയാം, ഇത് ന്യൂജൻ പിള്ളേർ ചെയ്യുന്ന കാര്യങ്ങളാണ്, ഇത്രയും സ്വാതന്ത്ര്യം മോൾക്ക് തന്നിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് അറിയണമല്ലോ എന്ന് പറയുവാണ്. അന്നത്തേക്കും ആകെ ടെൻഷനാകും, സ്വഭാവമൊക്കെ അങ്ങ് പയ്യങ്ങ് മയപ്പെടും റൂബിയുടെ. അന്നേരം പറയും, അങ്ങളെ അങ്ങനെ ചെയ്യരുത്, എൻ്റെ പപ്പയെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും, എന്നെ കൊന്നുകളയും, അതുകൊണ്ട് പപ്പയെ വിളിച്ച് ഒന്നും പറയല്ലേ എന്ന് പറഞ്ഞ് കരയുവാണ്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, ഇനി എന്തിനാ പേടിക്കുന്നത്, നിങ്ങൾ ന്യൂജൻ പിള്ളേർ ചെയ്യുന്ന ഒരു കാര്യമാണ് നീ ചെയ്തത് തെറ്റുമല്ല, പിന്നെ പപ്പയെ വിളിച്ചെന്ന് ഓർത്ത് എന്താ കുഴപ്പം, ഇതൊക്കെയാണോ മോളെ പഠിപ്പിച്ചു വിട്ടേക്കുന്നത്, ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെയും കരയും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഈ ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചേക്കുന്നു, ഇനി മേലാൽ ഇത് ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഐസക്കിനെ വിളിച്ച് ചോദിക്കും, ഇതൊക്കെയാണോ പഠിപ്പിച്ചതെന്ന് ചോദിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും കുറേ കരഞ്ഞ് സങ്കടപ്പെട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കരയുവാണ്. പപ്പേനെ കൊന്നു കളയുമെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറയും. അത്തേയും ബാഗൊക്കെ എടുത്തുകൊണ്ട് അശ്വതി ഇവിടെ നിന്ന് പോവുകയാണ്. തന്നെ പോവുമോ എന്ന് ചോദിക്കുമ്പോൾ പൊയ്ക്കോളാം എന്നും പറയുന്നുണ്ട്. ഏതായാലും റൂബി അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴേക്കും അങ്ങ് ദേഷ്യം വന്നങ്ങ് തിളച്ച് നിൽക്കുവാണ് രോഹിത്. അത്രയും തന്നെ ദേഷ്യത്തോടെ തന്നെ ബാലേന്ദ്രൻ രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ എപ്പിസോഡ് കാണിക്കുന്നുണ്ട്, അഹങ്കാരത്തിൻ്റെ അങ്ങ് കൊടുമുടി കയറി നിൽക്കുവാണ് രോഹിത്. ബാലേന്ദ്രൻ ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുമ്പം അവനങ്ങ് ദേഷ്യം വരുന്നു. കാരണം അവൻ്റെ ഗേൾ ഫ്രണ്ടിൽ വെച്ച് അവനെ അടി കിട്ടി, അവൻ കൊച്ചായി പോയല്ലോ, അതുകൊണ്ട് ആ റൂമിലുള്ള സകല സാധനവും വലിച്ചു വാരി അവൻ ഇടുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്ത് തോന്നിയാസോടാ ഈ കാണിക്കുന്നത് എന്ന്. പിന്നെയും അടി കൊടുത്തോന്ന് അറിയില്ല. അത് കഴിഞ്ഞ് ദേഷ്യപ്പെട്ട് പുറത്തേക്ക് പോകുന്ന രോഹിത്തിനെ കാണിക്കുന്നുണ്ട്. അന്നേരം അലീനയ്ക്കും ആകെ സങ്കടമാകുന്നുണ്ട് കേട്ടോ.